ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈറ്റങ്ങ ഇട്ട് കൊടുക്കുക. പൈറ്റങ്ങ എന്ന് പറഞ്ഞാൽ പയറാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. ആ പയർ ഒന്ന് വെന്ത് വരണം. വന്നതിന് ശേഷം നമുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ അതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റണം. അതിനുശേഷം ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് വേറെ ഒന്നുമില്ല, നമ്മൾ തോരനിടും പോലെയാണ്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി. അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല ചുവക്ക വറുത്തെടുക്കേണ്ടതാണ്. ഈ അരപ്പൊക്കെ നല്ല ചുവന്ന് വരണം. അത് കണക്കാക്കി വറുത്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ആക്കിയെടുക്കണം. എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ട നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 4 വാക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നടുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ശകല കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് മുട്ട ഒന്ന് വെന്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുട്ട 1 2 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പൊന്നും ഇതിലിട്ടിട്ടില്ല. മുട്ട നല്ലതുപോലെ ഒന്ന് നീരൊക്കെ വറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലൊരു തോരനാണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.